ആർക്കെങ്കിലും ജീവിതത്തിൽ സൗഭാഗ്യം കിട്ടണോ, ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ, 90, 100, 150 കൊല്ലത്തോളം ഈ ദുനിയാവിൽ ആരോഗ്യ ദൃഢഗാത്രനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നല്ലതുപോലെ സമ്പത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ, നിന്റെ ജീവിതത്തിൽ അല്ലാഹു റിസ്ഖ് നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതെന്നറിയുമോ? ഫൽയസിൽ റഹിമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, തഅല്ലമൂ മിൻ അൻസാബികും, നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ കൃത്യമായി പഠിക്കണേ. ഇൽമുൽ അൻസാബ് എന്നുള്ളത് വിജ്ഞാനത്തിന്റെ ശാഖയാണ്. ഇൽമുൽ അൻസാബ്, ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. പാപ്പാടെ ബന്ധുക്കളാരൊക്കെ, മൂത്താപ്പ, കൊച്ചാപ്പ, എളാപ്പ, മൂത്തുമാരൊക്കെ അവരുടെ മക്കൾ ഒക്കെ പഠിക്കണം. അതൊക്കെ നമ്മളൊരു ബുക്കിൽ കറക്റ്റായിട്ട് എഴുതി കറക്റ്റ് ചെയ്ത് വെക്കണം. നമുക്കാർക്കെങ്കിലും അറിയാം ഒരു 4 തലമുറ പറയാൻ, വാപ്പ, വല്ലുപ്പ, അതിന് മുകളിലോട്ട് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആരാന്നുള്ളത് വാപ്പയുടെ കബറിൽ നിന്ന് വിളിച്ചെഴുന്നേറ്റ് ചോദിക്കേണ്ടി വരും. ഇവനറിയാൻ പറ്റില്ല. വാപ്പ, വല്ലുപ്പ, അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് കഴിഞ്ഞ് ഒരു 4 തലമുറ പറയാൻ പറഞ്ഞാൽ നമുക്കറിയില്ല. നമ്മുടെ മക്കള്, പേരക്കുട്ടികൾ അങ്ങോട്ട് പേരും ഇങ്ങോട്ട് പഠിക്കുന്നില്ല. ബന്ധങ്ങൾ പരസ്പരം അറിയാൻ പറ്റില്ല. വാപ്പാടെ കുടുംബം, ഉമ്മാടെ കുടുംബം, ഏറ്റവും അടുത്ത രക്തബന്ധങ്ങളെ പോലും നമ്മൾ പഠിക്കുന്നില്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സിലൂ അർഹാമകും, നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണേ. കാരണം ആ ചേർച്ചയിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്നത് മഹബ്ബത്തുൻ ഫീ അഹ്ലിഹി വമസറാത്തുൻ ഫിൽ മാൽ വമൻസാത്തുൻ ഫീ അസരിഹി സദഖ റസൂലുള്ളാഹി. കുടുംബബന്ധം ചേർക്കലൂടെ നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ അധികരിക്കുകയാണ്. ആ സ്നേഹബന്ധം ഊഷ്മളമാകുമെന്നും നബിയുനാ റസൂലുള്ളാഹി. വമസറാത്തുൻ ഫിൽ മാൽ, വമസറാത്തുൻ ഫിൽ മാൽ, അവന്റെ സമ്പത്തിൽ ആധിക്യമുണ്ടാകുമേ. വമൻസഅത്തുൻ ഫീ അസരിഹി, തീർന്നില്ല, അവൻ അല്ലാഹു ദീർഘായുസ്സും നൽകുമേ. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ വെക്കേഷൻ സമയത്ത് ബന്ധങ്ങളെ ചേർക്കാൻ ഉപകരിക്കാം. വാടാ മോനെ, നമുക്ക് ഇന്നൊരിടം വരെ പോകണം. അതെവിടെയാ? അത് ഉമ്മാടെ ഒരു ബന്ധത്തിലുള്ള, നമുക്ക് അവിടെ ചെന്നിട്ട് ബന്ധമൊക്കെ പറഞ്ഞുതരാം. പോകുന്ന വഴിക്ക് ബന്ധങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ആരാണ് അവരെന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഉമ്മാടെ പഴയ കൂട്ടുകാരികൾ, വാപ്പാടെ പഴയ കൂട്ടുകാർ, ആ നിലയ്ക്കൊക്കെ ഏത് നിലയ്ക്കും ബന്ധം പുലർത്താമല്ലോ. ഈ ബന്ധങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പുതിയ തലമുറ അറിയണം. ആപ്പാടതാകുന്ന പല ബന്ധങ്ങൾ, ഉമ്മയുടെ ബന്ധങ്ങൾ, ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയണ്ട. അവർക്ക് അവരുടെ ചങ്ക് ബ്രോയ മാത്രം മതി. ഏറ്റവും വലിയതാകുന്ന ചങ്കത്തികൾ, അവരുടെ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നതാകുന്ന ആളുകളെ മാത്രം മതി. അതിനപ്പുറത്തേക്ക് ആരെയും വേണ്ട. അതാണ് ഇന്നത്തെ തലമുറ. വാപ്പായി ഉമ്മായി അറിയാതെ പല രഹസ്യങ്ങൾ ഇവരുമായി കൈമാറുകയാണ്. ബാക്കിയുള്ളതൊന്നും വേണ്ട. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ അൻ യുബസത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഫരിഹി ഫൽയസിൽ റഹിമഹു. ആർക്കെങ്കിലും ജീവിതത്തിൽ സൗഭാഗ്യം കിട്ടണോ, ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ, 90, 100, 150 കൊല്ലത്തോളം ഈ ദുനിയാവിൽ ആരോഗ്യ ദൃഢഗാത്രനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നല്ലതുപോലെ സമ്പത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ, നിന്റെ ജീവിതത്തിൽ അല്ലാഹു റിസ്ഖ് നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതെന്നറിയുമോ? ഫൽയസിൽ റഹിമഹു, ബന്ധങ്ങളെ ചേർത്ത് വെക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബബന്ധം ചേർത്താൽ ദീർഘായുസ് ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങൾ അടുത്ത കൊല്ലം മരിക്കാൻ വേണ്ടി പടച്ചവൻ എല്ലാം അസ്രായേലിനോട് പറഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. നമ്മൾ പോയി ബന്ധങ്ങളെ ചേർക്കലോട് കൂടി ദീർഘായുസ് കൂടുകയാണ്. ഇപ്പൊ പിടിക്കേണ്ട, അവനെ നീട്ടിക്കൊടുത്തേക്കും, അവന്റെ അജല് നീട്ടിക്കൊടുക്കണം, അവധി നീട്ടിക്കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദീർഘായുസ് കൂടും. നമ്മൾ ഇന്നത്തെ തലമുറ ഇന്നാണെങ്കിലും ബന്ധം ചേർക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാലഘട്ടം. കാരണം വാട്സാപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, എല്ലാ സോഷ്യൽ മീഡിയയും വിശാലമായ ഘട്ടമാണ്. ഒരു മെസ്സേജ് വിടാം, വേണമെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് വിടാം, വേണമെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വിടാം, അതല്ലാതെ തന്നെ വീഡിയോ കോൾ ചെയ്യാം.
ഒരു വീഡിയോ തന്നെ അയച്ചു കൊടുക്കാം. എന്തൊക്കെ മാധ്യമങ്ങളാണ് ഇന്നത്തെ സംവിധാനമുള്ളത്. പഴയ കാലത്ത് ഇങ്ങനത്തെ സംവിധാനമൊന്നുമില്ല. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലഘട്ടം, ഇല്ലെങ്കിൽ കത്തുകൾ അങ്ങനെ കൈമാറിയിരുന്ന കാലഘട്ടം, അതൊന്നും ഇല്ലാതെ ടെലഗ്രാം അടിച്ചിരുന്ന കാലഘട്ടം, ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടങ്ങളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. പക്ഷെ ഇന്ന് കൈവെള്ളയിലിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്തൊന്ന് വിളിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒരു മെസ്സേജ് അയച്ചിട്ട് ആ പിണക്കം ഒന്ന് മാറ്റിയെടുക്കാനോ പോലും തയ്യാറാകാത്ത സമൂഹം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ബന്ധങ്ങളെ ഊഷ്മളമാക്കാതെ ഒരാളും വിജയിക്കില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് പിണക്കങ്ങളുള്ള ആളുകൾ എത്രയും വേഗം പിണക്കങ്ങൾ മാറ്റിക്കോളീൻ, ഇണക്കത്തിലേക്ക് വരീൻ. അവരോട് നമ്മൾ സലാം പറയാ, അതിനൊന്നും ഒരു മടിയും വെക്കണ്ട. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാലും അത് അസ്ഥാനത്തെന്നാണ് തുഹഫയിലുള്ളത്. കൃത്യമാണ് തഴവ ഉസ്താദിന്റെ വരികൾ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ അസ്സലാമു അലൈക്കും, ആദ്യം സലാം ആരാണോ പിണക്കക്കാർക്കിടയിൽ പറയുന്നത് അവനാണ് സ്വർഗം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റവനിങ്ങനെ മടിച്ചു മടിച്ചു ചിലരുണ്ടല്ലോ, ഓഡിറ്റോറിയത്തിലോട്ട് പോകുമ്പോൾ തന്നെ തെന്നി നിൽക്കുകയാണ്. എങ്ങനെ അവിടെ നിപ്പുണ്ട് അവള്, അങ്ങോട്ട് നോക്കണ്ട, മക്കളോടൊക്കെ പറയണം അങ്ങോട്ട് നോക്കണ്ട, അവളോട് നിപ്പുണ്ട്, അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇതിനെ കല്യാണത്തിന് വന്ന് നല്ല ഫുഡ് അടിച്ചിട്ട് മിനിങ്ങാനായിട്ട്. ഇത് വീട്ടിലില്ലായിരുന്നു. നമ്മൾ ഈ പോകുന്നത് ബന്ധങ്ങൾ ഊഷ്മളാക്കാനാണ്. ഈ കല്യാണത്തിന് പോകുന്നത്, പല പരിപാടികൾക്കും പോകുന്നത്. ഇത് നേരെ തിരിച്ചാ. കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് റാഹത്തായിട്ട് പോയിട്ട് അവിടെ പോയിട്ട് അവരവിടെ നിന്ന് കണ്ടോട്ടെ എന്നാ പറയുന്നത്. എന്നിട്ട് ഒരു 10 ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെച്ചേക്കും. അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ പോയി നേരിട്ട് പോയി ഒന്ന് കണ്ട് പിണക്കം തീർക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാകുന്നില്ല. ചെറിയ ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിച്ച് വലിയ വലിയ വിഷയങ്ങളാക്കി ദുനിയാവിൽ മാറ്റി. നമ്മൾ ചെറിയ കാര്യമല്ല, രക്തബന്ധങ്ങളെ ചേർത്ത് വെക്കണമെന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ രക്തബന്ധങ്ങളെ ചേർത്ത് വെക്കുന്നവർക്ക് പ്രത്യേകം സ്വർഗം അല്ലാഹു വാഗ്ദാനം ചെയ്തത്. ഇത് പിണക്കമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അതുകൊണ്ടാണ് ആ ബന്ധങ്ങളെ ചേർക്കാൻ നബി തങ്ങൾ പറഞ്ഞത്. നമ്മളോർക്കോ എന്തേ കാര്യം വളരെ റാഹത്തായിട്ട് പോവല്ലേ എന്ന് ചിന്തിക്കും. അല്ല, ആരോടും വെറുപ്പില്ലാത്ത, വൈര്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത വ്യക്തിയായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളെ ചേർക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ പ്രിയപ്പെട്ട അനുയായികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകർ പറയുകയാണ്, ആ കാണുന്ന വഴിയിലൂടെ ഒരു മനുഷ്യൻ ഇപ്പോൾ കടന്നു വരും സ്വഹാബ, അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങളെല്ലാവരും പ്രവാചകർ പറഞ്ഞ ആ വാതിലിലേക്ക് നോക്കിയിരിക്കുമ്പോ അതാ ഒരു ചെറുപ്പക്കാരെ കടന്നു വരുന്നു. മഹാനാകുന്ന സഅദ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്. താടി രോമങ്ങളിലൂടെ വെളുതുകൊണ്ടതാകുന്ന വെള്ളം, ഒതുവെടുത്തതാകുന്ന വെള്ളം താടി രോമങ്ങളെ നനച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. കേവലം ഒരു തുണിക്കഷ്ണം കൊണ്ട് ഔറത്ത് മറച്ചിട്ടുള്ള മനുഷ്യനാണ്. പള്ളിയിൽ കടന്നു വന്ന് കൂട്ടുകാർക്കിടയിലേക്ക് പ്രവാചകർ പറഞ്ഞ വിഷയങ്ങളൊന്നും തന്നെ അറിയാതെ സദസ്സിൽ വന്നുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടി ഏത്തിക്കാഫിനെ നിയ്യത്ത് വെച്ചുകൊണ്ട് കൂട്ടുകാർക്കിടയിൽ ഇരിക്കവേ ആളുകൾ അദ്ദേഹത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു തോലിൻ്റെതാകുന്ന ഒരു വസ്ത്രവിധാനം മാത്രമാണ്, അഥവാ ഒരു തുണിക്കഷ്ണം മാത്രമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളത്. അതല്ലാതെ മറ്റൊന്നുമില്ല. വലിയ ധനാഢ്യനല്ല, പാവപ്പെട്ടതാകുന്ന സ്വഹാബിയാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് നബിതങ്ങൾ പറഞ്ഞത്, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കാണണമെങ്കിൽ ആ കാണുന്ന വാതിലൂടെ ഇപ്പോൾ ഒരാൾ കടന്നു വരും, നോക്കിക്കൊള്ളണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ക്ലാസ് പിരിഞ്ഞു. രണ്ടാമത്തെ ദിവസം അതേപോലെ നബിതങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ നബിതങ്ങൾ പറയുകയാണ്, ആ
കാണുന്ന വാതിലിലൂടെ ഒരു മനുഷ്യൻ കടന്നു വരും സ്വഹാബ. അദ്ദേഹം സ്വർഗാവകാശിയാണ്, സ്വർഗാവകാശിയാണ്. സ്വഹാബത്ത് മുഴുവൻ നോക്കുമ്പോ തലേ ദിവസം വന്നതാകുന്ന അതേ സ്വഹാബി വര്യൻ അതേ രൂപത്തിലും ഭാവത്തിലും പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ട് കൂട്ടുകാർക്കിടയിൽ സലാം പറഞ്ഞ് അറിവില്ലാത്ത ഈ മനുഷ്യൻ വന്നിരിക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ദിവസവും അതേപോലെ നബിതങ്ങൾ പറയുകയാണ്, ആ കാണുന്ന വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ കടന്നു വരും സഹാബ. സ്വർഗാവകാശിയ ഒരു മനുഷ്യനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനിലേക്ക് നോക്കിക്കൊള്ളണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തുടർച്ചയായി നബി തങ്ങൾ ഒരാളെ ചൂണ്ടിപ്പറഞ്ഞു. ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും അറിയുന്നില്ല, പാവം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഉള്ള മജ്ലിസിലാണ് നബി തങ്ങൾ പറയുന്നത്, ആ കാണുന്ന വാതിലൂടെ ഒരു മനുഷ്യൻ ഇപ്പോൾ വരും, അയാൾ സ്വർഗാവകാശിയാണ്, അയാൾ സ്വർഗാവകാശിയാണ്, മുഹമ്മദ് മുസ്തഫ. ഈ മനുഷ്യൻ വന്നിരുന്നു. 3-ാമത്തെ ദിവസം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇശാ കഴിഞ്ഞിട്ട് പോകുമ്പോ അദ്ദേഹത്തോടൊപ്പം അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്, അദ്ദേഹം കൂടെ കൂടി. ഒരു സ്വഹാബി കൂടെ കൂടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നോട്ട് ഒരു 3 ദിവസം നിന്റെ അതിഥിയായിട്ട്. എന്താ അൽഹംദുലില്ലാ, വളരെ സന്തോഷം. വലിയ സന്തോഷം, ഒരു അതിഥിയെ കിട്ടിയ വലിയ സന്തോഷം. മാഷാ അല്ലാഹ്, വീട്ടിലേക്ക് കൂടി. അദ്ദേഹം ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു വന്ന് ഹദീസിലുണ്ട്. ഞാൻ വീട്ടിൽ ചെറിയ വാപ്പായൊക്കെ ഇട്ട് ചെറിയൊരു പണക്കമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ കൂടുന്നത് എന്നുകൂടി പറഞ്ഞു. കാരണം എന്താ, അപ്പോ 2-3 ദിവസം നിൽക്കാൻ പറ്റും. മറ്റേത് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് അസ്സലാമു അലൈക്കും ഒന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിച്ചെങ്കിലോ, അതുകൊണ്ട് പതുക്കെ ഒരു 3 ദിവസം നിൽക്കാൻ പറ്റിയിട്ട് പറഞ്ഞു, വീട്ടിൽ ചെറിയൊരു പണക്കമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഹബീബെ വന്നോട്ടെ, വിഷയമൊന്നുമില്ലല്ലോ എന്ന് അദ്ദേഹം ഇദ്ദേഹത്തിലുള്ള അമല് അറിയാൻ വേണ്ടി അദ്ദേഹം പതുക്കെ ഒരു ഹിക്മത്ത് പ്രയോഗിച്ചു. അദ്ദേഹം എന്തോ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം പകല് മുഴുവൻ ഒരുമിച്ചുണ്ട്, അദ്ദേഹം ചെയ്യുന്നൊക്കെ അറിയാം. രാത്രിയിൽ എന്തോ മണിയൊപ്പിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗാവകാശിയാണെന്ന് പറയത്തില്ലല്ലോ. അപ്പൊ രാത്രിയിൽ ഇവനോടൊപ്പം ഒന്ന് കൂടി നോക്കാം. അതിന് 2-3 ദിവസം നിൽക്കണം. ചിലപ്പോൾ അത് 1 ദിവസം കൊണ്ട് ചെയ്തില്ലെങ്കിലോ. അങ്ങനെ 2-3 ദിവസം കൂടി ഒരാളുടെ വീട്ടിൽ അതിഥി സൽക്കാരമായിട്ട് ബന്ധപ്പെട്ട് പോയാൽ, ഉസ്താദ് പറഞ്ഞല്ലോ ടൂറിന് വയ്ക്കുമെന്ന് എന്നും പറഞ്ഞാൽ അവിടെ പോയി 2 മാസം കുത്തിയടിച്ചിരിക്കരുത്. അവരവസാനം നമ്മൾ വരാൻ വേണ്ടി യാസീൻ അത് പോകാൻ വേണ്ടി ഹത്ത് പോതും. അള്ളാഹ് അത് പോയിക്കുന്ന വളരെ റാഹത്തരുന്ന് പറയും. അതുകൊണ്ട് പോകൊണ്ട് ആ കറ വീഴുന്നതിന് മുമ്പ് അല്ലാഹ് ഹലാസ് പിന്നെ വരാന്ന് പറഞ്ഞ് പതുക്കെ പോന്നേക്കും. അതാണ് ഏറ്റവും ഹൈർ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്വഹാബി വരെ 3 ദിവസം കൂടി അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു 3 ദിവസം സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ തന്നെ കൂടി. അദ്ദേഹം നല്ല റാഹത്തായി സൽക്കരിച്ചു. രാത്രിയിൽ ഒരുമിച്ചാണ് ഇവർ കിടക്കുകയൊക്കെ ചെയ്യുന്നത്. രാത്രി ഒരുമിച്ച് കിടക്കുന്നു. ഇദ്ദേഹം രാവിലെ എഴുന്നേൽക്കുമ്പോൾ റാഹത്തായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ എഴുന്നേൽക്കുന്നുണ്ട്, നിസ്കാരമുണ്ട്, പരസ്പരം ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്, എല്ലാം സമാസമം. ഒന്നും പ്രത്യേകമായിട്ടൊന്നും കാണുന്നില്ല. ഈ മനുഷ്യൻ എഴുന്നേൽക്കുന്നതൊക്കെ നോക്കി വളരെയേറെ ചിന്തയോടുകൂടി ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ അമൽ ചെയ്തുകൊണ്ട് ജാഗ്രതയോടുകൂടി നിൽക്കുന്നു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു അത്രമേൽ തന്നെ കൂടുതലായിട്ടൊന്നും കാണുന്നുമില്ല. 3 ദിവസം കഴിഞ്ഞു. അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞു, സുബൈക്ക് രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു, എടേ ഞാൻ നിങ്ങളോട് 3 ദിവസം ഇന്നത്തോട് കഴിഞ്ഞിട്ട് ഇനി ഞാൻ വരുന്നില്ല അങ്ങോട്ട്. അല്ല ഞാനോ പാപ്പായിട്ടൊക്കെ പണക്കാന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞ നിന്നെ കൂടെ കൂടിയതിന്റെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വട്ടം 3 ദിവസം കഴിഞ്ഞ ദിവസം നിന്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഈ എല്ലാ ദിവസവും ക്ലാസ്സിൽ ഇങ്ങനെ പറയും, ആ വാതിലൂടെ ഒരു മനുഷ്യൻ വരുന്നുണ്ട്, അയാൾ സ്വർഗത്തിലാണ്, അയാൾ സ്വർഗത്തിലാണ്. ഈ 3 ദിവസം വന്നത് നീയാണ്, വേറെ ആരുമല്ല, നീയാണ്. അപ്പൊ നിന്നിൽ എന്തോ സ്പെഷ്യൽ അമലുണ്ട്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ കൂടെ 3 ദിവസം കൂടിയത്. പക്ഷെ വല്ലാഹി സുമ്മ വല്ലാഹി ഞാൻ നിന്റെ അടുത്തുനിന്ന് ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പൊ എന്തോ ഞാൻ അറിയാതെ തന്നെ ഇനിയും രഹസ്യമായിട്ട് എന്തോ നീ ചെയ്യുന്നുണ്ട്, അതെനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഹബീബ് ഒന്ന് പറ, ഞാൻ ഒന്ന് രക്ഷപ്പെടട്ടെ, സ്വർഗത്തിൽ പോട്ടെ. ആലോചിച്ച് നോക്കുക സ്വഹാബത്തിന്റെ ആഗ്രഹം. നമ്മൾ വല്ലാണെങ്കിൽ പള്ളിയിലെ മുലേര് പറയുന്നത് അയാൾ ഉറപ്പായിട്ട് സ്വർഗത്തിൽ, അയാൾ നല്ല മനുഷ്യനായിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അസൂയാണ്. പറഞ്ഞ ഹത്തീബിനെ വേണം മാറ്റിയേക്കും, യാ അല്ലാഹ് ഹലാസ്. കാരണം അയാൾ സ്വർഗത്തിലാന്ന് പറയാം, ഇയാളായിരുന്നു. നമ്മൾ പിന്നെ അസൂയയും കുശുമ്പും വെച്ചോണ്ട് കിടക്കുക. അവനോട് അമലും ജീവിക്കാൻ പോകുന്നില്ല, ഒന്നിനും പോകില്ല. എന്തോ നന്മ കണ്ടിട്ടായിരിക്കും അയാൾ പറഞ്ഞത്. ആ നന്മ എന്താന്ന് അന്വേഷിച്ച് ആര് പോകുന്നു? ഇത് 3 ദിവസം അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്ത ആയുസ്സിൽ കൊടുത്ത 3 രാവുകളെ ഇദ്ദേഹത്തോടൊപ്പം സമർപ്പിക്കാൻ. എന്തിന്? സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം, അതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തോടൊപ്പം കൂടി. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ലാ മാ റഅയ്ത, നിങ്ങളെ കണ്ടതല്ലാതെ മറ്റൊരു അമലും എന്റെ കയ്യിലില്ല കേട്ടോ.
എന്നിൽ കണ്ടിട്ടുള്ളത് ഏതൊക്കെ ആകുന്ന നമസ്കാരമുണ്ടോ, ദിക്റുകളുണ്ടോ, ഔറാദുകളുണ്ടോ, അതല്ലാത്ത മറ്റൊരു അമലും എന്റെ കൈകളില്ല. ഞാൻ പ്രത്യേകമായ ഒരു അമലും ചെയ്യുന്നേ ഇല്ല. ഭയങ്കര സങ്കടമായി. മഹാനാകുന്ന അബ്ദുല്ലാഹു ബിൻ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ശരി ഓക്കെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരങ്ങോട്ട് നടക്കുക. കാരണം ഒന്നുമില്ല, ശരി തന്നെയാണ്, പ്രത്യക്ഷത്തെ കാണുന്നൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട്, അതെ ഒരു കാര്യം പറയാൻ. എന്താ ഓടിച്ചു ഒരു കാര്യമുണ്ട്, എന്താന്ന് പറയട്ടെ ആ ഒരു കാര്യം എന്താന്ന് പറയട്ടെ. എന്താ അനക്കമില്ലല്ലോ, പറയണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ആരോടും എനിക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല, വൈര്യമില്ല. ആർക്കെങ്കിലും ഒരു നന്മ അല്ലാഹു നൽകുന്നു എന്ന് അറിഞ്ഞാൽ, ഒരാൾക്കൊരു നല്ല വീടുണ്ട്, ഒരു വാഹനമുണ്ട്, ഹൈറായ ജീവിതം അയാൾക്ക് കിട്ടിയെന്നറിഞ്ഞാൽ അതിന്റെ പേരിൽ എനിക്ക് അദ്ദേഹത്തോട് അസൂയയില്ല, എനിക്ക് പകയില്ല, വിദ്വേഷമില്ല. മുസ്ലിമീങ്ങളോട്, മുഅ്മിനത്തുകളോട് ഒരാളോടും വെറുപ്പില്ലാത്തതാകുന്ന മനസ്സാണ് എനിക്കുള്ളത്. ഇതാങ്ങോട് പറഞ്ഞു തീർന്നപ്പോ മഹാനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സദഖത, നീ പറഞ്ഞത് വാസ്തവമാണ്, വാസ്തവമാണ്, വാസ്തവമാണ്. ഈ പറഞ്ഞ ഒരു വിഷയമാണ് ഞങ്ങളെ കൊണ്ട് സാധിക്കാത്തത്. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു നന്മ ചെയ്യാൻ പറ്റില്ല. ഇത് വല്ലാത്തൊരു മനസ്സിന്റെ ഉടമയാണല്ലോ. ഒരാളോടും വെറുപ്പില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ഒരാളോടും വൈര്യമില്ലാത്ത ഹൃദയമാണ് അദ്ദേഹത്തിനുള്ളത്. അത് കാരണത്താലാണ് സ്വർഗം പുൽകാൻ ഹേതുവായത്. ആരോടും വെറുപ്പില്ല. അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുണ്ടാക്കിയെടുക്കലാണ് സഹോദരങ്ങൾ ഈ ദുനിയാവ് കൊണ്ടുള്ള ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത്. അതാണ്. അത് ഉണ്ടാക്കണം വലിയ പണിയാണ്. അത് വിശുദ്ധമായ റജബിലൂടെയും വിശുദ്ധമായ ശഅബാനിലൂടെയും റമദാനിലൂടെയും ഒക്കെ നേടിയെടുക്കുന്ന ഒരു ആത്മീയ ചൈതന്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്, ആബിദീങ്ങളെ ചേർക്കണേ അല്ലാഹ്. റജബുൽ ലിതത്ഹീരിൽ ബദൻ വശഅബാനുൽ ലിതത്ഹീരിൽ ഖൽബ് വറമദാനുൽ ലിതത്ഹീരിർ റൂഹ്. ശരീരത്തെ സുഖം ചെയ്യേണ്ട മാസമായിരുന്നു പരിശുദ്ധമായ റജബ്. ഹൃദയത്തെ പരിപൂർണമായി നന്നാക്കിയെടുക്കേണ്ട മാസമായിരുന്നു ശഅബാൻ. ആത്മീയമാകുന്ന ഉയർച്ച ശരീരത്തിനും തന്റേതാകുന്ന ആത്മാവിന് നൽകിക്കൊണ്ട് ആത്മാവിന് സുഖം ചെയ്യേണ്ട മാസമായിരുന്നു വിശുദ്ധമായ റമദാൻ. ഈ 3 മാസങ്ങളും കൃത്യമായി പാകപ്പെടുത്തിയിട്ടുള്ള മുസ്ലിമേ, നിനക്കുള്ളതാണ് പെരുന്നാളിന്റെ ആഘോഷം, നിനക്കുള്ളതാണ് പെരുന്നാളിന്റെ ആഘോഷം. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ശരീരത്തെയും ആത്മാവിനെയും എല്ലാം പരിപൂർണമായി സുഖം ചെയ്തിട്ടുള്ളതാകുന്ന മനുഷ്യരുണ്ടോ, അവർ വിജയിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ അർപ്പിക്കാൻ, പടച്ച റബ്ബിന്റെ മുന്നിൽ പെരുന്നാൾ നമസ്കരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ അവർ തന്നെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ പെരുന്നാൾ നിസ്കരിച്ചു നല്ല റാഹത്തായിട്ട് പൊറോട്ടയും ബീഫും ഒക്കെ അടിച്ച് സെറ്റായിട്ട് നടക്കുകയാണ്. ഹൃദയവും ശുദ്ധിയായില്ല, ശരീരവും ശുദ്ധിയായില്ല, ആത്മാവും ശുദ്ധിയായില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 3 മാസം കഴിഞ്ഞു, റജബും പോയി, ശഅബാനും പോയി, റമദാനും കഴിഞ്ഞ് ഇപ്പൊ ശവ്വാലില്ല. കല്യാണം വല്ലതും ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. 6 നോമ്പൊക്കെ കഴിഞ്ഞ സാധാ റാഹത്തായി. ഫുഡൊക്കെ എവിടെയെങ്കിലും കിട്ടുമോ? കല്യാണം വല്ലതും ഉണ്ടോ? ഈ ആഴ്ച കല്യാണം ഒന്നും വിളിച്ചില്ല. രാവിലെ എഴുന്നേറ്റ് ചോദിക്കുന്നതാ. ഞായറാഴ്ച ആകുമ്പോഴേ ഭർത്താവിന് വെപ്രാളം. ആരും വിളിച്ചില്ല. അപ്പുറത്തൊക്കെ അവരൊക്കെ പോയല്ലോ. നമ്മുടെ മോടെ കല്യാണം നമ്മൾ വിളിച്ചതായിരുന്നു, അവർ നമ്മളെ വിളിച്ചില്ല. കൊള്ളാം. അതായത് ഒരു പിഴിമന്തി പോയതിനായി ഒച്ചപ്പാടും ബഹളവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് പറയുമ്പോഴും ഫിസലിന് വെട്ടിങ്ങനെ വീട്ടിൽ നല്ല റാഹത്തായിട്ട് ചിക്കൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഫുഡുണ്ട് എങ്കിലും അതിന് പോകാത്തതിൻ്റെ ഒരു വിഷമം, നീരസം മനസ്സിൽ അപ്പോഴേ കല്ലിച്ച് കിടക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇനി ഇളയ മോന്റെ കല്യാണം വരുന്നുണ്ട്, അവരെ വിളിക്കണ്ട കേട്ടോ. ഇപ്പോഴേ പറഞ്ഞേക്ക, ലിസ്റ്റിൽ നിന്ന് വെട്ടിയേക്ക്. കാരണം നമ്മളെ വിളിച്ചിട്ടില്ല. ബന്ധം അവിടെ തന്നെ പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇങ്ങോട്ട് വിളിക്കട്ടെ, ഇങ്ങോട്ട് തരട്ടെ, തരാതിരിക്കട്ടെ, അതൊന്നും നോക്കണ്ട. അങ്ങോട്ട് ഇങ്ങനെ ബന്ധം പുതുക്കിക്കൊണ്ടേയിരിക്കുക. ഇതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഈ 3 മാസങ്ങളും
ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ എനിക്ക് ബന്ധുക്കളുണ്ട്, ഇന്നലീദാ ഖറാബത്തിന് എനിക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ട്, അസിലു വയഖതഊൻ, ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നു, അവർ ബന്ധം വിച്ഛേദിക്കുന്നു. ഞാൻ അവർക്ക് സാധന സാമഗ്രികളുമായിട്ട് വീട്ടിൽ ചെല്ലും, നല്ല കിറ്റ് കെട്ടിക്കൊണ്ടൊക്കെ ചെല്ലും. പക്ഷെ അവരോ അഥവാ വല്ലപ്പോഴും കണ്ടാലും വന്നാലും ഒരു സാധനവും ഇല്ല, കയ്യും വീശി കയറി വരും. ആ രീതിയിലുള്ള പ്രകൃതമാണ്. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങൾ നടക്കുന്നതാണ്. ഇത് 1400 വർഷം മുമ്പ് ഒരു സഹാബി പരിഭവം പറഞ്ഞു. അതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യണം, അവന് മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്നോ. എന്താ ചെയ്യണ്ടേ? എനിക്കതൊക്കെ അറിയാം. പിണങ്ങി നിൽക്കാനൊക്കെ കാണിക്കാൻ അവനേക്കാൾ വലിയ ബിരുദനാണ് ഞാൻ. അതുകൊണ്ട് ഞാനിനി എന്താ നബിയെ ചെയ്യേണ്ടത്? നബി അടുക്കൽ വന്നിട്ടൊരു സഹാബി ചോദിക്കാൻ, ഞാനിനി അങ്ങനെ തന്നെ പെരുമാറട്ടെ? അവൻ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യട്ടെ? മൈൻഡ് ചെയ്യുന്നില്ല, ഇനി കൂട്ടിയിടിച്ചാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യട്ടെ. എനിക്കതൊക്കെ അറിയാം, ഞാൻ ആ പണിയൊക്കെ പഠിച്ചിട്ടുണ്ട്. നബിയോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അവൻ അങ്ങനെ ചെയ്തോട്ടെ, നീ അങ്ങനെ ചെയ്യരുത്. നീ മുസ്ലിമാണ്, നീ മുഅ്മിനാണ്, നീ അങ്ങോട്ട് കൊണ്ടുപോയി സാധനങ്ങൾ കൊടുക്കുകയും അങ്ങോട്ട് സലാം പറയുകയും ബന്ധം വെക്കുകയും ചെയ്യണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ നമ്മുടെ സഹോദരിമാരടക്കം പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ്. പിണങ്ങി നിൽക്കാൻ വേണ്ടി മത്സരിക്കുന്നതാകുന്ന കാലഘട്ടമാണ് ഇന്ന്. പിണങ്ങങ്ങൾക്ക് വേണ്ടി വലിയ മത്സരം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആരൊക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടോ ആ പിണങ്ങി നിൽക്കുന്നവരെ കാണിക്കാൻ വേണ്ടി ജീവിതം കെട്ടിച്ചമച്ചുകൊണ്ട് നടക്കുന്നവർ, അവരെ കാണിക്കാനാണ് ഈ ജീവിതം മുഴുവൻ. കല്യാണത്തിന് പോകുന്നതും ലിഫ്റ്റിക്ക് ഇടുന്നതും ചുണ്ടേ തേക്കുന്നതും കയ്യെ തേക്കുന്നതും പെഡിക്യൂറും മണിക്യൂറും കയ്യും കാലും ഒക്കെ നന്നാക്കുന്നതും ഒക്കെ അവരെ കാണിക്കാനാണ്. ആരെ കാണിക്കാൻ? ഈ പിണങ്ങി നിൽക്കുന്നവരെ സ്റ്റാറ്റസ് ഇട്ടിട്ട് അവരെ ഒന്ന് കാണിച്ച് എല്ലാവരും ഒന്ന് അറിയിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് അതല്ല ബന്ധങ്ങളെ ഊഷ്മളമാക്കി. നിസാരമല്ല, നാളെ സ്വർഗത്തിലേക്ക് എത്താൻ നിനക്കുള്ള പാത അള്ളാഹു നൽകിയിരിക്കണം. ആ പാതയെ നീ നഷ്ടപ്പെടുത്തി കളയരുത്, ഇല്ലാതാക്കി കളയരുത്. അപ്പൊ ബന്ധങ്ങളെ ചേർക്കണം, മക്കളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. തഅല്ലമു ഔലാദകും വൽ അൻസാബ, നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങളുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് ഇതാരാന്നറിയോ? ഇത് വാപ്പാടെ ഇന്ന ആളാണ് കേട്ടോ, ഇത് ഇദ്ദേഹത്തിന്റെ പേര് ഇന്നതാണ്, പറഞ്ഞു കൊടുക്കണം. അതിനൊന്നും മടിക്കണ്ട. അല്ലാതെ ഒരു കല്യാണത്തിന് കൊണ്ടുപോയിട്ട് കുറെ ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് വേദന കഴിച്ചിട്ട് ആ കല്യാണം നടന്നവർക്ക് ഒരു ആശീർവാദം പോലും കൊടുക്കാതെ മുങ്ങിപ്പോകുന്ന കൗമാണിന്ന്. കല്യാണത്തിന് പോയി നിക്കാഹിന് പങ്കെടുക്കൂല. പള്ളി വെച്ചൊരു നിക്കാഹ് കിടക്കാൻ നിക്കാഹിന്റെ സദസ്സിന് ആണുങ്ങൾ പങ്കെടുക്കേണ്ട, അവിടെ ഒന്നും ഇല്ല. പിന്നെ എവിടെ ഉള്ളത്? പിന്നെ എല്ലാം വെടിക്കെട്ട് പൊട്ടിക്കുന്ന പോലെ എല്ലാം സാധനം പൊട്ടിക്കുമ്പോൾ വരുന്നതാണ് ഇവൻ അതിന്റെ കൂട്ടത്തിൽ. ചെറുക്കൻ്റെ കൂട്ടത്തിൽ ഭയങ്കര സിന്ദാബാദ് വിളിച്ച് സ്റ്റേജിലോട്ട് കയറി 2 ഫോട്ടോയും എടുത്ത് നേരെ വിറക് വരയുടെ പുറകിൽ കൂടെ കയറി ഇടിച്ച് കയറി. ആ സൈഡിൽ കൂടെ പോകുമ്പോൾ വലിയ തിരക്കില്ല, ഇപ്പുറത്ത് വലിയ ക്യൂ ആണ് ഓഡിറ്റോറിയത്തിനകത്തോട്ട് ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് ഇപ്പുറത്ത് കൂടെ കയറി അകത്ത് കയറി റാഹത്തായിട്ട് ഫസ്റ്റ് സഫിലിരുന്ന് അവ്വല് വക്കത്തിലിരുന്ന് കഴിച്ചിട്ട് വേഗം പോയേക്കാണ്. ചെക്കനെ കണ്ടിട്ട് ബറക്കല്ലാഹു ലക്, നിനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നൊരു വാക്ക് പോലും പറയുന്നില്ല. സ്ത്രീകൾ ആ പെണ്ണിനെ കണ്ടിട്ട് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയുന്നില്ല. അധിക ആളുകൾക്കും പെണ്ണേതാ ചെക്കനാന്ന് പോലും അറിയാൻ പറ്റില്ല. കഴിക്കുന്ന സ്ഥലത്ത് പോയിട്ട് റാഹത്തായിട്ട് കഴിച്ചിട്ട് അസ്സലാമു അലൈക്കും പറയാൻ പറ്റും. വീട്ടിലേക്ക് പോയേക്കാം. ആരുടെ കല്യാണം നടന്നതെന്ന് ഇവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല, കഴിച്ചായിരുന്നു, നല്ല ഫുഡായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷൻ. ഇതാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിനക്കൊരു മാറ്റം വരണം. അപ്പൊ ആ ബന്ധങ്ങളെ ഊഷ്മളമാക്കി, അപ്പോഴല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നാളെ നമുക്കും ഇതേപോലെ ഒരു വൈയാഹി ജീവിതം വരും. അപ്പോൾ നമ്മുടെ കൈകളിൽ പിടിച്ച് ഇതേപോലെ ആശീർവദിക്കുന്ന നല്ല തലമുറകൾ ഉണ്ടാവണം. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തഅല്ലമു ഔലാദകും സിബാഹ വരിമായ, നിങ്ങളുടെ മക്കളെ നീന്തൽ പഠിപ്പിക്കണേ, നീന്തൽ പരിശീലിപ്പിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ നീന്തൽ പരിശീലനം മക്കൾക്ക് ഈ വെക്കേഷൻ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന പരിപാടിയാണ്. നീന്തൽ കോച്ചിങ് ഉണ്ടോന്ന് ഇവിടെ നോക്കുക. കടലിലോട്ട് എടുത്തിട്ടേക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ വരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നീന്തൽ പരിശീലിപ്പിക്കുക കേട്ടാ. അത് അറിയാവുന്ന ആളുകളെ ഉള്ളു കടലിലൊക്കെ ഇറങ്ങാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇറങ്ങിയവനെ പോലും കിട്ടൂല. കടലല്ല, അല്ലാതെ പരിശീലിപ്പിക്കുന്ന നമ്മുടെ സ്ഥലങ്ങളുണ്ട്. ഈ 2 മാസം വെക്കേഷൻ സമയത്ത് 1 മണിക്കൂർ സമയം പോട്ടെ, അല്ലാ നീന്തൽ പരിശീലനം റാഹത്താണ്. കാരണം നീന്തൽ പരിശീലനം കൊണ്ട് എന്താ, ശ്വസന വ്യായാമമാണ് അതിൽ ഏറ്റവും കൂടുതൽ നടക്കുക. മുങ്ങാങ്കുഴിയിട്ട് ഇവിടെ മുങ്ങിക്കിട്ട് പിന്നെ കാണുന്നില്ല, ആളങ്ങ് മുങ്ങി, പിന്നെ അപ്പുറത്ത് മുങ്ങുകയാണ്. അപ്പൊ നല്ല ശ്വസന വ്യായാമം മാത്രമല്ല, നീന്തൽ പരിശീലനം കൂടി ശരീരത്തിന് മെയ്വഴക്കുണ്ടാവും, കൊഴുപ്പുകൾ പോകും, ദുർമേധസ്സുകൾ പോകും. ഇതുള്ള പിത്തം എല്ലാം അവിടെ കയറിയിരിക്കുകയാണ്. റമദാനിൽ ഫുള്ള് വന്നെ എത്തിനകത്ത് പരതി. ചോറുള്ള പള്ളിയിൽ നിന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു. നോക്കുമ്പോൾ നേരെ പോയ ഒരു വെബ്സൈറ്റിലോട്ടാണ് ചോറുള്ള പള്ളി.
അവിടുന്ന് വീണ്ടും തപ്പി തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് ചോറുള്ളത്. അപ്പോൾ പറഞ്ഞു കന്യാകുളങ്ങരെ പോയി കഴിഞ്ഞാൽ അവിടെ കഞ്ഞിയും പേറുണ്ട്, എന്നാൽ പിന്നെ ആ പരിസരത്തോട്ട് കൊണ്ട് വണ്ടി തിരിച്ച്. ഉദാഹരണം പറയണം കേട്ടോ, അവിടെ അങ്ങനെ ആയിരുന്നു എന്നല്ല. അവ പറഞ്ഞു വേറൊരു സ്ഥലത്ത് വെഞ്ഞാറമൂട് പോവുകയാണെങ്കിൽ നല്ല റാഹത്തായിട്ട് അവിടെ നല്ല ഫുഡുണ്ട്, ഉടനെ വണ്ടി നേരെ അങ്ങോട്ട് തിരിച്ച്. അവിടെ 5:30 മണിയായേ ഉള്ളൂ, ഫുഡൊന്നും വിളമ്പിയിട്ടില്ല. മോദീൻ ഉസ്താദ് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ വാതിക്ക് വരുത്ത് നിൽക്കുന്നത്. എന്താ അല്ല വിളമ്പുന്നില്ലേന്ന് ചോദിക്കും. നേരത്തെ എത്തിക്കാഫായിട്ട് അവിടെ വന്നിരിക്കുക. റമദാൻ 27 പള്ളിയിൽ കയറാത്തവൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരത്തെ വന്ന് 2 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വരുന്ന പിള്ളേർ. എന്നാലോചിച്ച് നോക്കിയാൽ ഗൂഗിളിനകത്ത് അടിച്ചു കൊടുത്താൽ ചോറുള്ള പള്ളി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചിരിക്കുകയാണ്. റമദാൻ 20 റക്അത്ത് റാഹത്തായി തറാവീഹ് നമസ്കരിക്കുന്ന, ഖത്മോദി നമസ്കരിക്കുന്ന ഒരു പള്ളി ഉണ്ടെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പള്ളികൾ കണ്ടെത്തൂല. കാരണം അതിനൊരു വെബ്സൈറ്റ് ഇല്ല. ഫുഡിന് വേണ്ടി ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ റമദാനെ നോമ്പ് നോറ്റുകൊണ്ട് നിലകൊണ്ടതാകുന്ന സമൂഹത്തിന് മുന്നിൽ ഭക്ഷണത്തിൻ്റെതാകുന്ന റമദാനായി റമദാനിനെ മാറ്റി ഉമ്മത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറയല്ല. ഇപ്പൊ മൊബൈലിൽ നെറ്റുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ചോറുള്ള പള്ളിയിൽ നിന്ന് അടിച്ചാൽ, ഗൂഗിളിൽ അടിച്ചാൽ ഈ വെബ്സൈറ്റിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയാൽ വീണ്ടും നിങ്ങളെ കൊണ്ടെത്തിക്കും. തിരുവനന്തപുരം ജില്ലയിൽ എവിടെയൊക്കെ ഉണ്ട് ചോറുണ്ടെന്ന് അവിടെയൊക്കെ കാണിക്കും, എവിടെയൊക്കെ ഫുഡുണ്ട് അതെല്ലാം അറിയിക്കാൻ. അവിടെയൊക്കെ ചെറുപ്പക്കാർ ബൈക്കെടുത്ത് പോയി 4 മണിയാകുമ്പോഴും പോവാണ് റാഹത്തായിട്ട്. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എവിടേക്കാണ് എത്തുന്നതെന്ന് ആലോചിച്ച് നോക്കും. ഈ മക്കൾ ഇതെല്ലാം കഴിച്ചിട്ട് ജങ്ക് ഫുഡ് ഒക്കെ അടിച്ച് അവിടുന്ന് കഴിക്കുന്നത് പോരാത്ത വെളിയിലോട്ട് വന്നിട്ട് പിന്നെ നാരങ്ങാവെള്ളവും അതും ബത്തക്കയും ജ്യൂസും കോഫി, ചായ, ഇടിയപ്പം, ഒറോട്ടി, പത്തിരി, അപ്പം, ദോശ, പിറച്ചി, മുട്ട്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖിയൻ, ബോളി, പപ്പടോളി, ജിലേബി, അൽബൂരി, മിച്ചർ, അലുവ എല്ലാം അടിച്ച് സെറ്റാകുകയാണ്. അടിച്ച് പിന്നെ രാത്രിയിലുണ്ട് തറാവീഹ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിക്കാണ്. അത് 20 കുറച്ചിട്ട് വല്ല കുറഞ്ഞു വല്ലതും കിട്ടുമെന്ന് ചോദിക്കുന്നു. ഉസ്താദ് ഈ വർഷം എന്തെങ്കിലും വല്ല ഇളവുണ്ടോ ഉസ്താദ്? എല്ലാ വർഷവും ചോദിക്കുക. ഇത് എല്ലാ വർഷവും 20 നമസ്കരിക്കേണ്ടതാണെന്ന് ഇവനറിയാം. എങ്കിലും ഈ വർഷത്തേക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, അതിന്റെ വല്ല തെളിവുണ്ടെങ്കിൽ എല്ലാ വർഷവും അന്വേഷിച്ചെടുക്കുക. വല്ല 8 ഉണ്ടോ അതുണ്ടോ എന്നൊക്കെ നോക്കിയെടുക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വീണ്ടും അതിനകത്ത് മസല നോക്കുക. എടാ അതെല്ലാ വർഷവും ഇശാ നമസ്കരിക്കുന്ന പോലെ 4 റക്അത്ത് നമസ്കരിക്കുന്ന പോലെ അത് 20 വ്യക്തമല്ലേ? പിന്നെ എല്ലാ വർഷവും ഉണ്ട്. റമദാൻ ആകുമ്പോൾ കുറച്ച് പേർക്ക് ഇതിന്റെ ഇങ്ങനെ തെളിവ് വല്ല മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ വർഷം വല്ല മാറ്റമുണ്ടോ? 2026 അതൊന്നും പറഞ്ഞ് വീണ്ടും നോക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതായത് അലസതയാണ്, മടിയാണ്, നിസ്കരിക്കാൻ മടി, വേറൊന്നുമല്ല. വേറൊന്നും അവന് നോട്ടം ഇല്ലല്ലോ. ഭക്ഷണത്തിന്റെ വിഷയം മറ്റൊന്നും ഒരു മസലയും ചോദിക്കുന്നില്ല. അതൊക്കെ എത്രമേലുണ്ടോ അത്രമേൽ റാഹത്ത്, അതൊന്നൊരു വിഷയമല്ല. നിസ്കാരത്തിന്റെ വിഷയത്തിൽ മടി, അത് ഏറ്റവും കുറവുണ്ടെങ്കിൽ വളരെ റാഹത്ത്, വേഗം പോകും. 20 റക്അത്തിന് ഉണ്ടെന്നറിഞ്ഞാലോ അതിൽ തന്നെ പിന്നെ നോക്കുന്നത് ഉസ്താദേ അലന്തറ മുതൽ ഓതുന്നുണ്ടോ വല്ല പള്ളികളുണ്ടോ സാർ, ചെറിയ സൂറത്ത് ഓതുന്നു. അപ്പോൾ പറയാൻ ഇന്നടുത്തുണ്ട്, അത് നല്ല സ്പീഡിൽ ഓതുവോ, പെട്ടെന്ന് കഴിയുമോ? ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കുവാണെങ്കിൽ വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്. ചെറുപ്പക്കാരൊക്കെ ആ പള്ളിയിൽ പോയി ഭയങ്കര ആൾക്കാരൊക്കെ പറച്ചില്ലോ, ആ പള്ളിയിൽ ഭയങ്കര സജീവമായി ഭാഗത്താണ്. കാരണം എന്താ, 10 മിനിറ്റ് കൊണ്ട് തീരും ഭാഗത്ത്, അതുകൊണ്ടായി പോകുന്നത്. വേഗം പോയിട്ട് അവിടെ പോയി തറാവീഹ് നിസ്കരിച്ചു എന്ന് വരുത്തി തീർക്കണം. ഈ ഉമ്മത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. എന്നിട്ട് രാത്രി പിന്നെ പോവാണ്. ഇവിടുന്ന് ഒരു പോക്കാണ്. പിന്നെ അവനെ കരമനയിലും പള്ളിക്കാടും ഒക്കെ കറങ്ങുക, രാത്രി ഫുള്ള് കറങ്ങുക. കാരണം ഹോട്ടലിൽ തപ്പിടക്കാം, നല്ല റാഹത്തായിട്ട് സംസം ഹോട്ടലിലൊക്കെ പോയിട്ട് സപ്പർ അടിക്കുക. രാവിലത്തെ ഫുഡ് അത്താഴമൊക്കെ ഇടത്താഴമൊക്കെ അവിടെ പോയിട്ട് അടിക്കുക. രാവിലെ ഫ്രീ കിട്ടുന്ന സ്ഥലം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ പോയി അന്വേഷിച്ചിട്ട് നല്ല റാഹത്തിൽ വെറുതെ കറങ്ങാൻ. വെറുതെ ഇങ്ങനെ രാത്രി ഉലാത്തുക. റമദാനിലെ നമ്മുടെ പരിപാടികളാണ് ചെറുപ്പക്കാരുടെ പരിപാടി. ഇതെല്ലാം കഴിച്ച് പിത്തമായിട്ടിരിക്കുന്ന ഈ കുട്ടി, ഇവനൊക്കെ ഒന്ന് നന്നാവണമെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും നല്ല പരിപാടി നീന്തൽ പരിശീലിച്ച നല്ലപോലെ നീന്തിയാൽ എല്ലാ കൊഴുപ്പും പോകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അന്തം വെള്ളത്തിൽ കൂടെ പോകുന്നെങ്കിലും ശരീരത്തിലെ എല്ലാ ദുർമേധസ്സും നല്ല വ്യായാമമാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രായഭേദം തന്നെ പഠിക്കണം. അത് സുന്നത്താണ്, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. വരിമായ നബിതങ്ങൾ അമ്പെയ്ത്ത് ശീലം നബിതങ്ങൾ സുന്നത്താക്കി. അമ്പെയ്ത്ത് അന്നക്കാലം അമ്പെയ്ത്താണ്. ഇന്നിപ്പോ ആയോധന കലകൾ, കളരി പഠിക്കാം, കുൻഫു പഠിക്കാം, ജൂഡോ പഠിക്കാം, എന്തൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ പരിസരങ്ങൾക്കുള്ളതാകുന്ന അത്തരത്തിലുള്ള കലാലയങ്ങൾ, സ്ഥാപനങ്ങൾ തേടിക്കൊണ്ടുപോവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെ മക്കളെയൊക്കെ അത്തരത്തിലുള്ളതാകുന്ന സ്ഥാപനങ്ങളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് വിടാം. കുട്ടികളെ പോയി പഠിപ്പിക്കാം. അത് കുറച്ച് നാളത്തേക്ക് അവൻ പഠിച്ചു വരുമ്പോൾ തന്നെ അവന്റെ ബുദ്ധിവികാസം നമ്മൾ തിരിച്ചറിയും. അവന്റെ പഴയ അലസത മാറിയതായിട്ട് നമുക്ക് മനസ്സിലാവും. മറ്റേത് എപ്പോഴും ക്ഷീണമാണ്. എപ്പോഴും ഒരു മൊബൈൽ കിട്ടി അതിനെ അഡിക്റ്റായിട്ട് ഗെയിമും കളിച്ച് ഒരു മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുക. ഇന്നത്തെ തലമുറ മുഴുവൻ അങ്ങനെ ആയല്ലോ. അതൊക്കെ മാറി അവൻ്റെ ആ മൊബൈൽ അഡിക്ഷനൊക്കെ മാറ്റി അവൻ്റെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി
എല്ലാ ദുർമേധസ്സൊക്കെ ഒന്ന് കുറയ്ക്കണമെങ്കിൽ ഒരു ഉന്മേഷം കിട്ടിയിരുന്നു. നിസ്കരിക്കാൻ പറഞ്ഞ മടിയില്ല, നല്ല എപ്പോഴും നല്ല ജഗജില്ലയായിട്ട് നിൽക്കുക, ചാടി ചാടി നിൽക്കുക ദീനിന്റെ വിഷയത്തിൽ. അതെന്താ അവന് കിട്ടുക? അത് ഈ ഉന്മേഷമൊക്കെ കിട്ടണമെങ്കിൽ ശരീരത്തിലെ ഈ ദുർമേധസ്സും ഈ പിത്തമൊക്കെ അങ്ങ് പോകണമെങ്കിലാണ് ഈ പറഞ്ഞ പരിപാടി. മറ്റേത് എപ്പോഴും മട്ടനും ചിക്കനും കുട്ടനും ഒക്കെ കൊടുത്തിട്ട് അവസാനം ഈ കോലത്തിലായി. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. അതുകൊണ്ട് അതൊക്കെ പഠിപ്പിക്കുക, ആയോധന കലകൾ പഠിപ്പിക്കുക. അത് മറ്റൊന്നിനുമല്ല, വലിയ പ്രതിരോധം തീർക്കാനോ അല്ലെങ്കിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കാനോ അടിയും ബഹളം ഉണ്ടാക്കാനോ ഒന്നുമല്ല. ഇത് പഠിച്ചവരാരും തന്നെ അതിനുവേണ്ടി നിൽക്കുന്നവരുമല്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രതിരോധം തീർക്കുന്നതിനപ്പുറം, സെൽഫ് ഡിഫൻസിനപ്പുറം ഇത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അവന്റെ ആരോഗ്യ സംരക്ഷണമാണ്. മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വളരെയേറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധിക ആളുകളും വഞ്ചിതരായി പോകുന്ന രണ്ട് വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവുള്ള സമയമാണ്, അഥവാ വെക്കേഷൻ സമയമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി نعمتان عظيمتان مغبون فيهما كثير من الناس الصحة والفراغ صدق رسول الله. അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്നതായ മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് സാബ. ഒന്ന് ആരോഗ്യമുള്ള സമയമാണ്, മറ്റൊന്ന് ഒഴിവുള്ള വേളകളാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ആരോഗ്യം നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നിസ്കരിക്കാനും ഇബാദത്തെടുക്കാനും ഒക്കെ ഉള്ളൊരു ഖുവ്വത്ത്, ഊർജ്ജം നമുക്കുണ്ടാവും. ഇപ്പൊ നോക്കിയേ, 30-35 വയസ്സാകുമ്പോ തന്നെ ഷുഗറാണ്, ഗുളിക കഴിച്ചു തുടങ്ങാൻ. 40 മേലോട്ടൊക്കെ പല ആളുകൾക്കും ഇൻസുലിൻ എടുത്തു തുടങ്ങും. ഇത് സൈഡ് എഫക്റ്റ് ആയിട്ട് മറ്റ് പ്രഷറും മറ്റ് അനുബന്ധ രോഗങ്ങളും ഒക്കെ ആയിട്ട് ശരീരം വല്ലാതെ വീക്കായി തളർന്നു പോകുന്ന യുവതലമുറയായി നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു. ജങ്ക് ഫുഡുകളൊക്കെ അധികരിച്ചു. പല ഫുഡും അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതൊക്കെ അടിക്കാണല്ലോ. എല്ലാ അടിക്ക് എന്താണെന്ന് ഒരു നോട്ടവും ഇല്ല. ഷുഗറുള്ള ആളുകൾ പോലും പറയും, അല്ല മധുരമില്ലാത്ത മതി കേട്ടോ, എനിക്ക് വേണ്ട. ചില ആളുകൾ മധുരമുള്ള ചില വീട്ടിട്ടുകൊണ്ട് വന്നാൽ പോലും പറയും, എനിക്കാണോ, എനിക്ക് പറ്റത്തില്ല, എന്താ എനിക്ക് ഷുഗറുള്ള അറിയത്തില്ല, പറ്റത്തില്ല, അത് കൊടുത്തു വിട്ടിട്ട് നോക്കുമ്പോൾ ഉണ്ട് ഇവർ തിരിച്ചു വന്നപ്പോഴത്തേക്കൊണ്ട് അലുവയുടെ 2 കഷ്ണം ഹാജിയാറ് പല്ലിനിടയിരിക്കും, അലുവ കഴിച്ചുകൊണ്ടിരിക്കും. അല്ല, അത് മധുരമില്ലാത്ത ചായ പണ്ട് പോലെ അങ്ങനെ ശീലിച്ചു പോയി. അലുവ കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇതാണ് അവസ്ഥ. അപ്പൊ പിന്നെ ആ ശ്രദ്ധയില്ല, അശ്രദ്ധയാണ്. കുറച്ചാൾ കൂടെ കഴിയുമ്പോഴത്തേക്ക് കിഡ്നി എല്ലാം വീക്കായി ആകെ തകർന്നു ഡയാലിസിന് വിധേയനാവുകയാണ്. അത് ആഴ്ചയിൽ 1 ദിവസമായി, ആഴ്ചയിൽ 2ആയി, ആഴ്ചയിൽ 3ആയി. എത്ര ആളുകളാണ് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ? 2 കിഡ്നിയും ട്രബിളിലായിട്ട് അവസാനം പെട്ടെന്ന് തന്നെ, വലിയ പ്രായമൊന്നുമില്ല, 19 വയസ്സിനുള്ളിൽ തന്നെ ആള് വീക്കായി, ആരോഗ്യത്തിൽ വളരെ പ്രയാസമായി, നിസ്കാരമില്ല, ഇബാദത്തില്ല, എല്ലാം പോയി, തകർന്നു, ഓർമ്മ കുറഞ്ഞു, അൽഷമേഴ്സായി, പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, ബന്ധുങ്ങളെ തന്നെ ഓർമ്മയില്ല, സ്വന്തം ഭാര്യ ഓർമ്മയില്ല, എല്ലാവരും വിട്ടേച്ചു പോകുന്ന അവസ്ഥ. അള്ളാഹു നമുക്ക് കാവൽ നസീബാക്കട്ടെ. വലിയ വിഷയമാണ്. ആരോഗ്യം നിസ്സാരമല്ല, നമ്മൾ ശ്രദ്ധിക്കണം. പുരുഷന്മാർ ശ്രദ്ധിക്കണം, സ്ത്രീകൾ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡുകളൊക്കെ ഓൺലൈനിൽ ഇങ്ങനെ വരുത്താൻ വീട്ടിൽ രാത്രിയാകുമ്പോൾ ബർഗർ അതെല്ലാം വാങ്ങിച്ചാൽ അവസാനം ഗിറുകയറി എല്ലാ ഹാലും അടഞ്ഞു. രാത്രിയാകുമ്പോഴത്തേക്ക് ഓരോന്നിങ്ങനെ വരുത്തുക. ഭർത്താവിന്റെ പെടലി വഴി വില്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം എങ്ങനെ കൂട്ടിമുട്ടിക്കൊന്ന് ഓടിച്ച് പാവം പിടിച്ചാൽ നിൽക്കുമ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുന്നു. നോക്കുമ്പോൾ ഒരുത്തം വന്നിട്ടുണ്ട്. ആരാ? ഓൺലൈനിൽ നിന്നാണ്. നിങ്ങളുടെ വെണ്ണുമ്പോൾ ഓർഡർ ചെയ്താന്ന് തോന്നുന്നുണ്ട്. അതേ സാധനം വന്നിട്ടുണ്ട്, പൈസ കൊടുക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അടുത്ത ആൾ വന്ന് ബെല്ലടിച്ച് നോക്കുമ്പോൾ ഓൺലൈനിൽ തന്നെ അടുത്ത സാധനം, വേറെന്തോ സാധനം എന്നെയും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓരോ മാസത്തെ ബില്ലുകൾ എത്ര? ഒരു മാസത്തെ ബില്ലൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് എഴുതാൻ നിന്നാൽ അപ്പോഴാണ് വീട്ടിലേതാകുന്ന വരുമാനം എത്ര, ചെലവെത്ര എന്നറിയാം. നിങ്ങൾ ആരെങ്കിലും എഴുതലുണ്ട്? എഴുതണം. വീട്ടിലൊരു ബുക്ക് വാങ്ങിച്ചിട്ട് അത് മക്കളെ തന്നെ ഏൽപ്പിച്ചാലും മതി. അവർക്ക് എഴുതാനാകുമ്പോൾ വലിയ ആവേശം ഉണ്ടാവും. പക്ഷെ ചെലവ് വരുന്നത് അറിയും, എത്രയുണ്ട് നമുക്ക് ചെലവാകുന്നത് അറിയും, എത്ര വരുമാനം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. ഒരു മാസം ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ പാല്, നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന വെളിച്ചെണ്ണ, അരിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ എഴുതണം. കറക്റ്റ് എത്ര വാങ്ങിച്ച്, എത്ര ചെലവ് ഒക്കെ എഴുതുന്നത് നല്ലതാണ്. പഴയ കാലത്തൊക്കെ ഒരു കണക്കുണ്ടായിരുന്നു. ഇന്നിപ്പോ ഒരു കണക്കുമില്ല. ഇന്നിപ്പോ ഇരിക്കുന്നതാകുന്ന മക്കളിൽ തന്നെ ഭൂരിഭാഗം ആളുകളോട് വെളിച്ചെണ്ണ എത്രയാ മോനെ വിലയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്ന് പറയും. മുളക് പൊടി എത്രയാണ്, മല്ലിപ്പൊടി എത്രയാണ്, അരിപ്പൊടി എത്രയാണ് വില, പാലിന്റെ വില എത്രയാണ്, അതുപോലും അറിയാത്ത ആളുകളുണ്ട്. പഴയ കാലത്ത് കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് എഴുതി കൊടുക്കും. ആ പേപ്പറിന്റെ മറുവശത്ത് തന്നെ കറക്റ്റായിട്ട് ഓരോന്നിന്റെ വില എഴുതി കൂട്ടി, ഇവനെപ്പോൾ മാറി നിന്നിട്ട് ഇവനും കൂട്ടും, മിച്ചം തരുന്ന പൈസ കറക്റ്റാണോ നോക്കി ഒക്കെ പോകും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ കടക്കാരൻ ഒരു വിലയിട്ട് റാഹത്തായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു, മിച്ചം കിട്ടുന്ന പോക്കറ്റി ഇട്ടുകൊണ്ട് വരുന്നു. എത്ര ഉണ്ടെന്നോ, എത്ര എടുത്തേന്നോ, എത്ര അതിന് വിലയെന്നോ ഒന്നും അന്വേഷിക്കും വേണ്ട, ബില്ലും വേണ്ട, ഒന്നും വേണ്ട. ബില്ലൊന്നും വേണ്ട, വെച്ചോന്ന് പറയും, ബില്ലിക്ക വെച്ചോ.
അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പണ്ഡിതമായിട്ട് വീട്ടിൽ പോകുമ്പോൾ വാപ്പ ചിലപ്പോൾ ലാസ്റ്റ് ഒന്ന് നോക്കും, അല്ലെ ഉമ്മ ഒന്ന് നോക്കും. കണക്കിൽ എവിടെയെങ്കിലും 2 രൂപ പിഴവ് വന്ന് ഇവനെ തിരിച്ചു വിടും. കാരണം പൈസയുടെ മൂല്യമുണ്ടായിരുന്നു, ഇന്നതൊക്കെ നിസ്സാരവൽക്കരിച്ചു. ഈ കണക്ക് കൂട്ടാൻ മക്കളെ പഠിപ്പിക്കണം. ഈ വെക്കേഷൻ സമയത്ത് അബാക്കസിന്റെ കോഴ്സ്, അങ്ങനത്തെ കോഴ്സ് ഉണ്ടല്ലോ, കണക്ക് ആകുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നോളൂ. എന്തുവാകട്ടെ, ഹാല് മറിഞ്ഞെന്ന് മനസ്സിലാവും. പഠിക്കട്ടെ, കുട്ടികൾ കണക്ക് പഠിക്കട്ടെ. അപ്പൊ കണക്കിന്റെ കോഴ്സ് അങ്ങനെ വിടാം, കുട്ടികൾ അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ. ഞാൻ പറഞ്ഞത് വെക്കേഷൻ സമയം കുട്ടികൾ ഈ കളികളിൽ തന്നെ നിൽക്കാതെ ഗെയിമും മൊബൈലിന്റെ ലോകത്തും അഡിഷനാകാതെ അവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ് ആക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. വെക്കേഷനിൽ തന്നെ തർബിയത്ത് കോഴ്സുകളുണ്ട്. 1 മാസത്തേതാകുന്ന അറബി കോളേജുകൾ കോഴ്സ് ആൺകുട്ടികൾക്കുണ്ട്, പെൺകുട്ടികൾക്കുണ്ട്. നമ്മുടെ പരിസരങ്ങളിലുള്ള അത്തരത്തിലുള്ള ദീനിയായ സ്ഥാപനങ്ങളിലേക്ക് വിടാം. എന്നിട്ട് ആ കുട്ടികളെ വിടാം. ആ കുട്ടികൾക്ക് അവിടെ കൊണ്ടുവിടും. 1 മാസം കുട്ടികൾ പോയി നിൽക്കട്ടെ. അത്യാവശ്യം അവർ മാറി നിന്നാൽ പ്രശ്നമൊന്നും ഇല്ലാത്ത മക്കളാണ്. അങ്ങനെ കുട്ടികൾ മാറ്റി നിർത്തിട്ട് 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ 4ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ വിട്ടിട്ട് കുട്ടികൾക്ക് ഒരു ദീനി ബോധം ഉണ്ടാക്കട്ടെ. ഇപ്പൊ മദ്രസകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, നിസ്കാരത്തിന്റെ ഫർള്, ഷർത്ത്, ഉളൂവിന്റെ ഫർള്, ഷർത്ത്, ആദാബുകൾ, സുന്നത്ത്, ഇതൊക്കെ തിയറികളാണ്. ഈ പഠിച്ചിട്ടുള്ളത് പ്രാക്ടിക്കൽ ആവണം. പഴയകാലത്ത് മദ്രസകളിലൊക്കെ ഉണ്ടായിരുന്നു, ഇന്നത് ഉണ്ടെങ്കിൽ പോലും പല ആളുകൾ ആ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് നിസ്കാരത്തിന്റെ പരിശീലനം കൊടുക്കും. റുക്കൂ എങ്ങനെ, നടുവളയാതെ എങ്ങനെയാണ് കറക്റ്റ് നിൽക്കേണ്ടത്, ഏറ്റുദാൽ എങ്ങനെ, സുജൂദ് എങ്ങനെ, ആ സുജൂദിൽ എങ്ങനെ കൈവെക്കണം, പുരുഷന്മാരെങ്ങനെ വെക്കണം, സ്ത്രീകൾ എങ്ങനെ വെക്കണം, എന്താണ് അവിടെ ചെല്ലേണ്ടത്, ഇടയിലുള്ള ഇരുത്തം എങ്ങനെ, ആ ഇടയിലുള്ള ഇരുത്തത്തിന്റെ പ്രാർത്ഥനകൾ, 7 വലിയ ദുആകൾ, ശേഷമുള്ളതാകുന്ന അത്തഹിയാത്തിൻ്റെതാകുന്ന ഓതലുകൾ, ആ അത്തഹിയാത്ത് പൂർണ്ണമായി പഠിപ്പിക്കുന്നു. സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് പൂർണ്ണമായി പഠിപ്പിക്കുന്നു. അത് ചൊല്ലാൻ വേണ്ടി പറയുന്നു. എവിടെ നിന്നുകൊണ്ടാണ് വിരൽ ഉയർത്തേണ്ടത്, ആ സമയത്തുള്ള നോട്ടം എങ്ങോട്ട്, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശീലിപ്പിക്കാൻ. ഒളു എടുക്കുന്നത് ഉസ്താദ് ഇങ്ങനെ നോക്കി നിൽക്കും, ഒളു എടുക്കുന്ന നോക്കും. അത് കൈകാലുകൾ കഴുകുന്നത്, മുഖം കഴുകുന്നതിന് മുമ്പുള്ള നിയ്യത്ത്, ഫർളായ നിയ്യത്ത് ചെയ്യുന്നുണ്ടോ, കൈമുട്ട് നല്ലതുപോലെ കയറ്റി കഴുകുന്നുണ്ടോ, കാല് നല്ലതുപോലെ കഴുകുന്നുണ്ടോ. ഇന്ന് 70% കുട്ടികൾ ഇപ്പോഴും ഒളു എടുക്കുമ്പോൾ അവരുടെ കണങ്കാലം നനഞ്ഞിട്ടില്ല. ഇത് നമ്മൾ നേർക്ക് നേരെ കാണുകയാണ് ഈ ഉമ്മത്തിന്റെ മക്കൾ. എന്നിട്ട് കാര്യമായിട്ട് നിസ്കരിക്കുകയാണ് നമ്മൾ. എവിടെയാണ് പാകപ്പഴു വരുന്നത്? അപ്പൊ തിയറി പഠിക്കുന്നതിലല്ല, പ്രാക്ടിക്കലായിട്ട് അത് നമ്മുടെ വീടുകളിൽ കൃത്യമായിട്ട് ചെയ്യിക്കണം. ഇതിന് പറ്റുന്ന സമയമാണ്. വിവരമുള്ള രക്ഷിതാക്കൾ മകളെ വിളിച്ചിട്ട്, മോളെ ഈ ഒന്ന് കൊടുത്ത് ഒന്ന് കാണട്ടെ. 6ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചില്ല, 5ാം ക്ലാസ് വരെ പഠിച്ചില്ല, മോളൊന്നും എടുത്ത ബിസ്മില്ലാ യാ അല്ലാഹ്. എന്നിട്ട് ഉമ്മ മാറി നോക്കണം, വാപ്പൻ നോക്കണം, മകന്റെ ഒളുവ്, മകളുടെ ഒളുവ്, നിസ്കാരത്തിൻ്റെതാകുന്ന വിഷയങ്ങൾ അവർ സുന്നത്ത് നിസ്കരിക്കാൻ പറയാം. എന്നിട്ട് മാറി നോക്കുക. അവർ ഓതുന്നത് അതിലുള്ളതാകുന്ന പോരായ്മകൾ. ഫാത്തിഹ സൂറത്ത് മല്ലം യഖറഅ ബി ഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത്ത ല. ഫാത്തിഹ സൂറത്ത് വൃത്തിയായിട്ട് ഓതിയില്ലെങ്കിൽ നിസ്കാരം ഇല്ല എന്നാണ് ഷാഫി മദ്ഹബിൽ ഇമാമും മഅ്മൂമും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ സൂക്തമാണ്. നമ്മളിൽ എത്ര പേര് അതിൻ്റെതാകുന്ന തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഫാത്തിഹ സൂറത്ത് വൃത്തിയായിട്ട് ഓതാൻ അറിയാം? ഒരു 10 സൂറത്ത് കാണാതെ പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ തയ്യാറാക്കിയിട്ടുണ്ടോ? അലം തറ കൈഫ് മുതൽ താഴോട്ട് മക്കൾ ഓതാൻ തയ്യാറുണ്ടോ? വദ്ദുഹ മുതലുള്ളതാകുന്ന സൂറത്തുകൾ ഒരു 20 സൂറത്തുകളെങ്കിലും പഠിച്ച് മനഃപ്പാടമാക്കിയാൽ തറാവീഹ് നമസ്കരിക്കാൻ പ്രാപ്തനായിട്ട് നിന്റെ മകളും മകനും മാറുകയാണ്. മകളെ ഇമാമത്ത് നിർത്തണം ഉമ്മ, മഗ്‌രിബിന് ഇമാമത്ത് നിർത്തണം, ഓതാൻ പറയണം, അവൾ ഓതട്ടെ, അവളെ ഓത്ത് കേൾക്കട്ടെ, പോരായ്മകൾ പറഞ്ഞു കൊടുക്കട്ടെ. ഉമ്മ ഇമാമത്ത് നിൽക്കട്ടെ, ഉമ്മയുടെ ഓതിൽ മകള് കേട്ടുകൊണ്ട് ഉമ്മയുടെ നിസ്കാരത്തിന്റെ ശൈലിയും ആ നിസ്കാരത്തിന്റെ രൂപവും മകള് മനസ്സിലാക്കട്ടെ. അപ്പൊ ഉമ്മയുടെ നമസ്കാരവും കൂടുതൽ ശ്രദ്ധ ചെലുത്തപ്പെടും. വാപ്പയും നമസ്കരിക്കണം, വാപ്പയോടൊപ്പം തന്നെ മകനെയും പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നമസ്കരിപ്പിക്കണം. ഇമാമൻ ജമാഅത്തിന്റെ ശ്രേഷ്ഠത അവൻ മനസ്സിലാക്കട്ടെ. വാപ്പയോടൊപ്പം ചേർന്നുകൊണ്ട് വെക്കേഷൻ സമയത്തുള്ളതാകുന്ന ആ 2 മാസ സമയം സുബഹി മുതൽ ളുഹർ, അസ്ർ, മഗ്‌രിബ്, ഇശാഉം ഒക്കെ ജമാഅത്തായി വാപ്പയോടൊപ്പം നമസ്കാരം ശീലിക്കുന്ന ഒരു ശീലം വരട്ടെ. ഈ കുട്ടി ജീവിതത്തിൽ ഒരിക്കലും മരണം വരെയും നമസ്കാരം മുടക്കൂല. ഇതല്ലേ വേണ്ടത്? ആ കുട്ടിയെ കൊണ്ട് ചേർത്ത് നിസ്കരിപ്പിക്കണം. ഇത് നമ്മൾ പറയുന്നത് അപ്പായെ കാണുന്നില്ല, അപ്പ ആബ്സെന്റ്. അല്ലാഹു മുളകാകട്ടെ. 17,000 25,000 മെയിനായിട്ട് പറഞ്ഞു വിടുന്നത് റമളാനിൽ. കാരണം എന്താ, ഒരു പൊതി കൂടെ എക്സ്ട്രാ കിട്ടും. ഇതുകൂടെ കിട്ടിയ അതിന്റെ ചിക്കൻ പീസും കൂടെ വാപ്പാക്ക് നല്ല റാഹത്തായിട്ട് ആവിയേറ്റി അടിക്കുക. അല്ലാഹു മുളകാകട്ടെ. ഞാൻ അതിന് മാത്രം ഇഷ്ടം ഓടിക്കൂടെ ഒക്കെ പറയും, ഓടിച്ചു വിടുക. അതല്ലാത്ത ഒരു ജമാഅത്തിനും പറയുന്നുമില്ല, കൊണ്ടുപോകുന്നില്ല. കൂടെ നിർത്തണം. അങ്ങനെ കൂടെ നിർത്തി ശീലിപ്പിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ കൂടെ നിർത്താത്തത്? നമ്മളിൽ എന്തൊക്കെ പോരായ്മ ഉള്ളത് കൊണ്ടല്ലേ. വാപ്പായിൽ ചില പോരായ്മകളുണ്ട്, ചില കൂട്ടുകെട്ടുകളുണ്ട്, ചില സംസാരങ്ങൾ അശ്ലീലമായ സംസാരമുണ്ട്. ഇത് മകനിൽ കിട്ടരുതെന്ന് വാപ്പ തന്നെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വാപ്പ മകനെ കൂടെ കൂട്ടാത്തത്. അതുകൊണ്ടാണ് വാപ്പ പറയുക. കാരണം വാപ്പ മകനോട് ഇങ്ങനെ പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ട് വാപ്പാക്ക് റോഡിൽ വന്നിട്ട് കുറച്ച് ഫനായും ബസാദ് പറയുന്നുണ്ട്. മുമ്പ് അതിന്റെ കിതാബ് എടുക്കുന്ന വലിയ മുദരിസാണ്. അതിങ്ങനെ റോഡിൽ നിന്നിട്ട് എടുത്തിട്ട് പിന്നെയാണ് പുള്ളി പള്ളിയിൽ കയറുന്നത്.
അപ്പൊ ഇത് കേട്ട് മകൻ ആ മുത്തല്ലിമായിട്ട് മാറരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യാത്തത്, വാപ്പ കൂടെ നിർത്താത്തത്. ഇതാണ് 90%. വാപ്പാക്ക് സിഗരറ്റ് വലിയുണ്ട്, വാപ്പാക്ക് ആവശ്യമില്ലാത്ത അർത്താനുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ മകനെ ഒഴിവാക്കുന്നത്? മകനെ ചേർക്കട്ടെ. ഉമ്മ മകളെ ചേർക്കുന്ന പോലെ വാപ്പയും മകനെ ചേർത്ത് പിടിച്ചിട്ട് വരട്ടെ. എന്നിട്ട് ഒരുമിച്ച് ഒളു എടുത്തിട്ട് റാഹത്തായിട്ട് പള്ളിക്കുള്ളിൽ കയറി അവ്വൽ വക്കത്തിൽ സുന്നത്ത് നിസ്കരിക്കും. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളൊക്കെ പഠിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ കുട്ടികളെ നമ്മൾ എപ്പോഴും നിതാന്ത ജാഗ്രതയോടുകൂടി നിലകൊണ്ടാൽ ആ കുട്ടി പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ജമാഅത്ത് മുടക്കൂല. 40 ദിവസം ഒരാൾ ജമാഅത്ത് കറക്റ്റായി ശ്രദ്ധിച്ചാൽ, മൻ സ്വല്ലാ ലില്ലാഹി 40 സ്വലാത്തൻ യുദ്രികു തക്ബീറത്തുൽ ഊല മഅൽ ജമാഅ, ജമാഅത്തായിട്ട് ആരെങ്കിലും ജമാഅത്തായി നമസ്കാരം 40 ദിവസം കൃത്യമായി നിസ്കരിച്ചാൽ കുതിബ ലഹു ബറാഅത്താനി, 2 മോചനപത്രം എഴുതും. ഒന്ന് ബറാഅത്തും മിനൻ നിഫാഖി, മുനാഫിഖ് കാപട്യത്തിൽ നിന്ന് അല്ലാഹുവിനെ ഒഴിവാക്കും. വബറാഅത്തും മിനൻ നാരി, നരകത്തിൽ നിന്ന് മോചനപത്രം. സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല അതൊക്കെ. ഇപ്പൊ വെക്കേഷന് പറ്റൂലേ? നാളെ നിങ്ങൾ തുടങ്ങിയാൽ 40 ദിവസം സുഖമായിട്ട് കിട്ടും. നമ്മൾ തുടങ്ങാൻ തയ്യാറാകണം. എല്ലാ വക്കത്തിനും പോകണം. സുബൈക്കും പോകണം, ലോഹറിനും പോകണം, അസറിനും പോകണം, മഗ്‌രിബ്. വേറെന്താ പണി? ഒരു മകനെ നന്നാക്കുക, അടുത്ത തലമുറയെ ശരിയാക്കുക എന്നുള്ളതാണ് ലോകത്ത് നമ്മൾ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ കുറെ പൈസ ഉണ്ടാക്കി വെക്കലല്ല, നല്ലൊരു വീട് പണിതുകൊണ്ട് നിൽക്കലല്ല, നല്ലൊരു വാഹനം വാങ്ങി വീടിന്റെ വാതിക്കലിടലല്ല. ഇതൊന്നും അല്ല ഏറ്റവും വലിയ സമ്പാദ്യം. നല്ല ഒരു തലമുറയെ സൃഷ്ടിക്കലാണ്. ഒരു സ്വാലിഹായ ഒരു മകനെ ഈ ലോകത്ത് നീ സമ്മാനിച്ചാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ നഹല വാലിദുൻ വലദാ അഫളല മിൻ അദബിൻ ഹസനിൻ. മാതാപിതാക്കളെ പഠിച്ചു വെക്കേണ്ട ഹദീസാണ്. ഒരു വാപ്പയും മക്കൾക്ക് നൽകുന്ന സമ്മാനം, ഏറ്റവും വലിയ സമ്മാനം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അഫളല മിൻ അദബിൻ ഹസനിൻ, മാന്യമായ സംസ്കാരമാണ്. മക്കളെ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് ആദരവ് പഠിപ്പിച്ചിട്ടുണ്ടോ? ബഹുമാനം പഠിപ്പിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ വലിയ സമ്മാനം നിങ്ങൾ മക്കൾക്ക് നൽകിയിട്ടില്ല. ഏറ്റവും വലിയ അച്ചടക്കം കൊടുക്കലാണ് മക്കൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ.